ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന വിപണിയാണ് ഇന്ത്യയിലേത്. എന്നാൽ റോഡ് സുരക്ഷയുടെ കാര്യമെടുത്താൽ ഞെട്ടിക്കുന്ന കണക്കുകളായിരിക്കും നമുക്ക് കാണാനാവുക. പ്രതിവർഷം ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിൽ റോഡ് അപകടങ്ങളിൽപ്പെട്ട് മരണമടയുന്നത്. ഇതിലേറെയും ഇരുചക്ര വാഹന യാത്രക്കാരാണെന്നുള്ളത് മറ്റൊരു വസ്തുത. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ ഹെൽമറ്റ് ധരിക്കണമെന്നുള്ള നിയമം കർശനമാക്കിയതും. എന്നാൽ ധരിക്കുന്ന ഹെൽമറ്റ് ISI നിലവാരമുള്ളതായിരിക്കണമെന്ന് അധികൃതർ പറയുന്നതിന്റെ പ്രാധാന്യം ഇപ്പോഴും മനസ്സിലാക്കാത്തവരാണ് നമ്മുടെ നാട്ടിൽ. അടുത്തിടെ ദില്ലി പോലീസ് പുറത്തിറക്കിയ ഒരു വീഡിയോ ഹെൽമറ്റിന്റെ ഉപയോഗം, നിലവാരം എന്നീ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കി തരുന്നു. ട്രാഫിക് സിഗ്നലിനടുത്ത് നിലയുറപ്പിച്ച ദില്ലി പോലീസ് കോൺസ്റ്റബിൾ സ്കൂട്ടർ യാത്രക്കാരോട് ഹെൽമറ്റിന്റെ ആവശ്യകത പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് വീഡിയോയിലുള്ളത്. സ്കൂട്ടറിന്റെ പുറകിൽ സഞ്ചരിച്ച സ്ത്രീയോട് ഇവർ ധരിച്ചിരിക്കുന്ന ഹെൽമറ്റ് അഴിച്ച് തന്റെ കയ്യിൽ തരാൻ പോലീസ് ആവശ്യപ്പെടുന്നു. ആ ഹെൽമറ്റ് നിലവാരമില്ലാത്തതാണെന്ന് വരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ശേഷം ആ ഹെൽമറ്റ് നിലത്തെറിയുന്നു. പൊട്ടിപ്പൊളിഞ്ഞ ഈ ഹെൽമറ്റ് എടുത്തുകാട്ടി ISI നിലവാരമുള്ള ഹെൽമറ്റ് മാത്രമേ ധരിക്കാവൂ എന്ന യാത്രക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതിനു പുറമെ ISI നിലവാരമുള്ള ഒരു ഹെൽമറ്റ് പോലീസ് ഇവർക്ക് സമ്മാനമായി കൊടുക്കുന്നതും വീഡിയോയിൽ കാണാം. ഈ ദൃശ്യങ്ങൾക്ക് ശേഷം വീഡിയോയിൽ കാണുന്നത് ശരിയായ രീതിയിൽ എങ്ങനെ ഹെൽമറ്റ് ധരിക്കാമെന്നതിനെ പറ്റി ദില്ലി ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനായ രാംവീർ സാങ്വാൻ വിശദീകരിക്കുന്നതാണ്. ഹെൽമറ്റ് ധരിക്കുന്ന തെറ്റായ രീതികളും ഇദ്ദേഹം വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ISI നിലവാരമില്ലാത്ത ഹെൽമറ്റ് ധരിച്ച് വാഹനം ഓടിക്കുന്നവരെ ഹെൽമറ്റ് ഇല്ലെന്ന ഗണത്തിൽ തന്നെയാണ് പെടുത്താറുള്ളതെന്നും ഇദ്ദേഹം പറയുന്നു. മാത്രമല്ല, ശരിയായ രീതിയിൽ ഹെൽമറ്റ് സ്ട്രിപ്പ് ധരിച്ചില്ലെങ്കിലും ഹെൽമറ്റ് ധരിച്ചില്ലെന്ന് തന്നെയാണ് കണക്കാക്കുന്നതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ആണെങ്കിൽ പോലീസ് കർശനമായും പിഴ ഈടാക്കുമെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്ന നിരവധി പേരാണ് ഇന്ത്യയിലുള്ളത്. ഹെൽമറ്റ് കർശനമാക്കുന്നതിനെതിരെ രാജ്യത്ത് അങ്ങിങ്ങായി പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. അടുത്തിടെ പൂനെയിൽ ഹെൽമറ്റ് കർശനമാക്കിയതിനെതിരെ കൂറ്റൻ റാലികൾ നടത്തിയിരുന്നു. നഗരത്തിലെ വേഗപരിധി മണിക്കൂറിൽ 20 മുതൽ 30 കിലോമീറ്ററാണെന്നിരിക്കെ എന്തിനാണ് ഹെൽമറ്റിന്റെ ആവശ്യകത എന്നായിരുന്നു ഇവർ ഉന്നയിച്ച ചോദ്യം. ഇത് ധരിക്കുമ്പോൾ മുടികൊഴിച്ചിലും മറ്റു പല അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നു എന്നായിരുന്നു ഇവരിൽ ഭൂരിഭാഗം പേരും പറഞ്ഞിരുന്നത്. കുറഞ്ഞ വേഗത്തിൽ വാഹനം ഓടിച്ചാൽ അപകടമുണ്ടാവില്ല, അഥവാ ഉണ്ടായാലും ചെറിയ പരിക്കുകളെ ഉണ്ടാവുമെന്ന ചിന്തയാണ് മാറേണ്ടത്. ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി മാത്രമാണ് ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ ഹെൽമറ്റ് ധരിക്കണമെന്ന നിയമം കർശനമാക്കുന്നത്. നിസ്സാര കാരണങ്ങൾ ഒഴിവാക്കി വാഹനം ഓടിക്കുന്നവരുടെ ജീവന് മുൻഗണന നൽകുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിലവാരമുള്ള ഹെൽമറ്റ് ധരിച്ചേ വാഹനം ഓടിക്കാവൂ.